എല്ലാവർക്കും മല്ലുവുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ആഴ്ച 13 സിനിമകളാണ് OTT വരുന്നത്. തിയേറ്ററിൽ ഓടുന്ന മാർക്കോ, ED, ബറോസ്, ഐഡന്റിറ്റി ഈ സിനിമകളുടെ 4K OTT പ്രിന്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ കൃത്യമായിട്ട് OTT റിലീസ് അറിയാൻ സാധിക്കൂ. അപ്പോൾ ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സീക്രട്ട് ഹോം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ക്രൈം ഡ്രാമ മൂവിയാണ്. അപർണ ദാസ്, ശിവദ, അനുമോഹനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. സീക്രട്ട് ഹോം തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം സീക്രട്ട് ഹോമിന്റെ OTT റിലീസ് വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. ജനുവരി ലാസ്റ്റ് വീക്കിലായിരിക്കും ആമസോൺ പ്രൈമിൽ സീക്രട്ട് ഹോം വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇക്കഴിഞ്ഞ ഓണത്തിനാണ് സിനിമ ഇറങ്ങിയത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ബാഡ് ബോയ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ജനങ്ങൾ സിനിമ ഏറ്റെടുത്തു. ഒമർ ലല്ലു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ബാബു ആന്റണി, സെന്തിൽ, രമേശ് പിഷാരടി, റഹ്മാൻ, ധ്യാൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ആണ് ബാഡ് ബോയ്സിന്റെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ജനുവരി മാസത്തിലായിരിക്കും റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 30 സിനിമ റിലീസിനെത്താൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബേബി ജോൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. സിനിമ ഇതിനോടകം തന്നെ എവറേജ് അഭിപ്രായമാണ് നേടിയിരിക്കുന്നത്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. വരുൺ ധവാൻ, കീർത്തി സുരേഷാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ബേബി ജോൺ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സിനിമ ലീക്കായിട്ടാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ HD പ്രിന്റാണ് ലീക്കായിരിക്കുന്നത്. ഇനി ആരും തന്നെ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അത്രയ്ക്കും ക്ലാരിറ്റിയുള്ള പ്രിന്റാണ് ലീക്കായിരിക്കുന്നത്. എന്തായാലും ബേബി ജോൺ എത്തിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായിട്ടുണ്ടായിരുന്നു. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഹൊറർ മൂവിയാണ്. സിനിമയെ ജനങ്ങൾ ഏറ്റെടുത്തു. സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ടായി. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഹലോ മമ്മി ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ജനുവരിയിൽ ഉറപ്പായിട്ടും ഹലോ മമ്മി ആമസോൺ പ്രൈമിൽ റിലീസാക്കും. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 3rd വീക്കിലായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ത്രയം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഡിസംബർ മാസത്തിൽ ഇറക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ, സണ്ണി വെയിൻ, ചന്തു, അജു വർഗീസ്, ഡെയിൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ത്രയം OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് ആണ് ത്രയം എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 9 മനോരമ മാക്സിൽ ത്രയം എന്ന സിനിമ OTT റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയായിരുന്നു നടികർ. വലിയ ഹൈപ്പോട് കൂടിയാണ് ടോവിനോ തോമസിന്റെ നടികർ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിയേറ്ററിൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ഇതാ ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഇതൊരു കോമഡി ഡ്രാമ മൂവിയാണ്. ഒരു നീണ്ട താരനിര തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ടോവിനോ, സൗബിൻ, ഭാവന, ബാലു വർഗീസ്, അനൂപ് മേനോനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. നടികർ 8 നിലയിൽ പൊട്ടിയത് കൊണ്ട് ഒരു OTTയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈം നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ റിലീസ് ഉണ്ടാകുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ജനുവരി 20 നടികർ എന്ന സിനിമ ആമസോൺ പ്രൈമിൽ വരാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് കപ്പ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ്. നമിത പ്രമോദ്, മാത്യു തോമസ്, ബേസിൽ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും സിനിമ പരാജയപ്പെട്ടു. സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് റിലീസിനെത്തിയത്. അതുകൊണ്ടാണ് സിനിമ പരാജയപ്പെട്ടത്. കപ്പ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. സൈനാപ്ലൈ ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിൽ റിലീസ് ഉണ്ടാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. ജനുവരി 15 സൈനാപ്ലൈയിൽ കപ്പ് എന്ന സിനിമ OTTയിൽ എത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്.
പുഷ്പ 2 തിയേറ്ററിൽ നിന്ന് 2000 കോടി ക്ലബിൽ ഇടം പിടിച്ചു. അത്രയ്ക്കും ഹിറ്റായ സിനിമയായിരുന്നു പുഷ്പ 2. ഈ സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജനുവരി 30-നാണ് സിനിമയുടെ റിലീസ്. പക്ഷേ സിനിമയ്ക്ക് പണി കിട്ടിയത് HD പ്രിന്റ് ലീക്കായതാണ്. അതുകൊണ്ട് ഇനി ആരും തന്നെ ഒഫീഷ്യൽ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. HD പ്രിന്റ് ആണ് ലീക്കായിരിക്കുന്നത്. പക്ഷേ ഒഫീഷ്യൽ OTT എല്ലാ ഭാഷകളിലും ജനുവരി 30-ന് നടക്കും. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാലയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ സിനിമ വിജയിച്ചു. ശ്രീബാലയ്ക്ക് നല്ല വരവേൽപ്പാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അർജുൻ അശോകൻ, അപർണ ദാസ്, സംഗീത ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഇപ്പോഴിതാ ഹോട്ട്സ്റ്റാർ ആനന്ദ് ശ്രീബാലയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി 9-ന് ഹോട്ട്സ്റ്റാറിലാണ് ആനന്ദ് ശ്രീബാലയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കാതലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആരാധകർ ദേഷ്യത്തിലാണ്. ഓരോ ദിവസവും കാതലൻ വരുമെന്ന റിപ്പോർട്ട് കാണാനുണ്ട്. പക്ഷേ ഇതുവരെ റിലീസാവുന്നില്ല. സർപ്രൈസ് ആയിട്ടാണ് സിനിമ വരുന്നത്. അതുകൊണ്ടാണ് കാതലൻ സിനിമയുടെ ഡേറ്റ് പറയാൻ സാധിക്കാത്തത്. ജനുവരി 3-ന് വരുമെന്ന റിപ്പോർട്ട് കാണാനുണ്ടായിരുന്നു. ഇപ്പോഴിതാ ജനുവരി 5-നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ദിവസം വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ സർപ്രൈസ് ആയിട്ട് ഇന്ന് രാത്രി സിനിമ വരാൻ സാധ്യതയുണ്ട്. നസ്ലിൻ, അനിഷ്മ, ദിലീഷ് പോത്തൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. എവറേജ് അഭിപ്രായമാണ് കാതൽ എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ഇന്ന് രാത്രി സിനിമ വരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് റൈഫിൾ ക്ലബ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. തിയേറ്ററിൽ സിനിമ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ദിലീഷ് പോത്തൻ, സുരഭി, ഉണ്ണിമായ, വിൻസി, ദർശന തുടങ്ങി ഒരു നീണ്ട താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. റൈഫിൾ ക്ലബ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. ജനുവരി 30-ന് നെറ്റ്ഫ്ലിക്സിൽ റൈഫിൾ ക്ലബ് എന്ന സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഡ്രാമ ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ചെക്ക്മേറ്റ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേരെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ചെക്ക്മേറ്റ് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. അനൂപ് മേനോൻ, രേഖ, ലാൽ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ജനുവരി മാസത്തിലാണ് റിലീസ്. ജനുവരി 2nd വീക്കിലായിരിക്കും ചെക്ക്മേറ്റ് എന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 14 സിനിമ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ഐറിൻ അറേബി എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതൊരു കോമഡി മൂവിയാണ്. മുകേഷ്, ധ്യാൻ, ഉർവശി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായി. സിനിമയ്ക്ക് മോശം അഭിപ്രായമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കോമഡിയൊന്നും വർക്കായില്ല. ഇപ്പോഴിതാ സൈനാബിളെ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ സിനിമ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മോഹൻലാലെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ് ബറോസ്. അതുകൊണ്ട് സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ 8 നിലയിൽ പൊട്ടി. കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയായിരുന്നു ബറോസ്. പക്ഷേ തിയേറ്ററുകളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ബറോസ് സിനിമ ലീക്കായിരിക്കുകയാണ്. സിനിമയുടെ 4K പ്രിന്റാണ് ലീക്കായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആരും തന്നെ തിയേറ്ററിൽ പോയിട്ട് കാണില്ല. അത്രയ്ക്കും ക്ലാരിറ്റി പ്രിന്റാണ് വന്നിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ OTT ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. റിലീസായിട്ട് ഒരു മാസം കഴിഞ്ഞാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിനിമ ഇതിനോടകം തന്നെ 100 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കാൻ പോവുകയാണ്. അത്രയ്ക്കും സിനിമ ഹിറ്റായി. കേരളത്തിൽ മാത്രമല്ല ഹിന്ദി നാടുകളിൽ സിനിമ ഹിറ്റായിരിക്കുകയാണ്. തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാവരും സിനിമയെ ഏറ്റെടുത്തു. ഇപ്പോഴിതാ ഉണ്ണിമുകുന്ദന്റെ സിനിമ നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഫെബ്രുവരി ആദ്യ വാരമായിരിക്കും സിനിമയുടെ റിലീസ്. പക്ഷേ സിനിമയ്ക്ക് പണി കിട്ടിയത് സിനിമയുടെ HD പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. എല്ലാവരും ഇതിനോടകം തന്നെ പ്രിന്റ് കണ്ടു കഴിഞ്ഞു. പക്ഷേ മാർക്കോ പോലുള്ളൊരു സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുന്നതാണ് നല്ലത്. അത്രയ്ക്കും മികച്ചൊരു സിനിമയാണ്. അല്ലെങ്കിൽ പിന്നെ OTT വരുന്നത് വരെ ക്ഷമിക്കുക. അല്ലാതെ പ്രിന്റ് ആരും തന്നെ കാണരുത്. എന്തായാലും മാർക്കോ സിനിമ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഐഡന്റിറ്റി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഐഡന്റിറ്റി.
ടോവിനോ തോമസ്, തൃഷ, സഞ്ജയ് ദത്ത് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇതിനോടകം തന്നെ ഹിറ്റായിരിക്കുകയാണ്. ഇവരെ കൂടാതെ അർജുൻ, മഡോണ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഐഡന്റിറ്റി സിനിമയ്ക്ക് പണി കിട്ടിയിരിക്കുകയാണ്. സിനിമയുടെ പ്രിന്റ് ലീക്കായിരിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് ഇപ്പോൾ 8ന്റെ പണിയാണ് കിട്ടുന്നത്. തിയേറ്ററുകളിൽ ഇറങ്ങുന്നതിന് മുൻപ് സിനിമ ലീക്കാവുകയാണ്. നിലവിൽ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 8,50,00,000 രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട്. സിനിമയുടെ സാധാ പ്രിന്റാണ് വന്നിരിക്കുന്നത്. HD പ്രിന്റ് അല്ല ലീക്കായിരിക്കുന്നത്. അതുകൊണ്ട് ഐഡന്റിറ്റി സേഫ് ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് ആമസോൺ പ്രൈം ഒരുപാട് നാളായി ആരാധകരെ ചതിക്കുന്നു. ഭാവന, രഞ്ജി പണിക്കർ, അതിഥി ദേവി ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആമസോൺ പ്രൈം സർപ്രൈസ് ആയിട്ട് മാത്രമേ ഹണ്ട് എന്ന സിനിമ OTT റിലീസ് ചെയ്യുകയുള്ളൂ. സിനിമയുടെ OTT ഏത് നിമിഷം വേണമെങ്കിലും വരാം. ജനുവരി മാസത്തിൽ സിനിമ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ഹൊറർ മൂവിയാണ്. ഒരുപാട് പേര് ഹണ്ട് എന്ന സിനിമയുടെ OTTക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഡേറ്റ് പുറത്തു വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അവസാനത്തെ ഒരു അപ്ഡേറ്റ് പണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായിരുന്നു. പണി സിനിമയുടെ OTT സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. റിലീസ് തീയതി പുറത്തു വന്നിട്ടില്ല. ജനുവരി മാസം സെക്കൻഡ് വീക്കിൽ ഉറപ്പായിട്ടും പണി എന്ന സിനിമ റിലീസിനെത്തും. ജോജു ജോർജ്, സാഗർ സൂര്യയുടെ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ജോജുവിൻ്റെ ആദ്യത്തെ മൂവി ആയതുകൊണ്ട് നല്ല റെസ്പോൺസാണ് സിനിമയ്ക്ക് ലഭിച്ചത്. പണി എന്ന സിനിമ എന്ന് വരുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 20-നുള്ളിൽ പണി സിനിമ സോണി ലീവിൽ റിലീസിനെത്തും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.